ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്ര നേരായി, ജസ്റ്റ് ഒന്ന് റിങ് ചെയ്താലോ? ഞാൻ വിളിച്ചത് കണ്ടിട്ടുണ്ടാവില്ലേ? ഹാ, അപ്പൊ വാശി തന്നെയാ. വേണ്ട, വാശി കാണിക്കട്ടെ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഹലോ. എടുക്കാൻ തോന്നിയിട്ടെടുത്തതാണോ അതോ ശല്യം ഒഴിവാക്കാൻ വേണ്ടിട്ടോ? ഞാനിന്ന് നവീനെ വിളിച്ചിരുന്നു. ആ, കണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു പ്രധാനപ്പെട്ട മീറ്റിംഗിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ചു വിളിക്കായിരുന്നല്ലോ. എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോ വീട്ടിലേക്ക് തിരിച്ചെത്തിയുള്ളൂ. കള്ളം, പച്ചക്കള്ളം. ഈ പറഞ്ഞതേ കള്ളെന്ന് എനിക്കറിയാം നവീൻ. നവീനെ ഞാൻ കരുതിയത് പോലൊന്നുമല്ല. അക്കാര്യത്തില് നമുക്ക് രണ്ടുപേർക്കും തെറ്റുപറ്റിക്കാതാ. ഞാൻ കരുതിയതുപോലെ അല്ല താനും. എനിക്ക് എന്താ കുഴപ്പം? ഞാൻ എന്താ പ്രശ്നം ഉണ്ടാക്കിയത്? അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ അടിച്ചിട്ട് ഇപ്പോഴും നാണമില്ലാതെ ഞാനല്ലേ നവീനെ വിളിക്കുന്നത്? ഗാഥ, ഞാനങ്ങനെ ഒരാളെ കൈനീട്ടി അടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അത് ഞാൻ ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻ ഇപ്പോഴും തനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. എന്തായാലും താനിപ്പോ മമ്മിയുടെ അടുത്തല്ലേ? തൻ്റെ മെന്റൽ സ്ട്രെസ് സിത്താര മേഡത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പോലെ വേറെ ആരെ കൊണ്ട് പറ്റില്ല. എത്രയും പെട്ടെന്ന് താനൊന്ന് ഓക്കെയോ? എന്നിട്ട് തിരിച്ചോ. പക്ഷേ ഒരു കാര്യം താൻ എനിക്ക് ഉറപ്പ് തരണം. തിരിച്ചു വരുന്നത് ഞാൻ സ്നേഹിച്ച ആ പഴയ ഗാഥയായിട്ട് തന്നെ ആയിരിക്കണം. ഗാഥ, താൻ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഗാഥ, ജീവിതം ഒന്നേ ഉള്ളൂ. അതും എത്ര നാള് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമെന്ന് നമുക്ക് നിശ്ചയമില്ല. എന്നിട്ട് എന്തിനാണ് നമ്മളതിനെ പാഴാക്കി കളയുന്നത്? കളരിക്കലുണ്ടായിരുന്ന കുറച്ച് ദിവസം കൊണ്ട് താൻ എനിക്ക് തന്ന സ്നേഹം അത് അതേപോലെ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. താൻ തിരിച്ചെത്തുമ്പോൾ അതിൽ അല്പം പോലും കുറവില്ലാതെയായിരിക്കും ഞാൻ പെരുമാറുന്നത്. ഗാഥ, തന്നെയും ചേർത്ത് പിടിച്ച് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് ആ സ്വപ്നങ്ങളിൽ തന്നെ. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതാണ് അതിൻ്റെ പൂർണ്ണതയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. എന്താ വേണ്ടതെന്ന് താൻ തന്നെ ഡിസൈഡ് ചെയ്യും. പിന്നെ താൻ ഫുഡ് കഴിച്ചോ? ഇല്ല. സമയത്ത് കഴിക്കണം, നന്നായി ഉറങ്ങണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോളെ, ഞാൻ നവീനോടാ സംസാരിച്ചിരുന്നെ. തോന്നി. എന്തു പറഞ്ഞു നവീൻ? സർപ്പബലിയുടെ കാലത്ത് കളരിക്കൽ താമസിച്ചിരുന്ന ഗാഥ എന്ന പെൺകുട്ടി കൊടുത്തിരുന്ന സ്നേഹം ഇപ്പോഴും നവീന്റെ മനസ്സിലുണ്ടെന്ന്. അത് തന്നെയാണ് നവീൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്.